ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക്, അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഓയിലി ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഇനി സെൻസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ അഥവാ ഇനിയിപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും നമ്മുടെ കണ്ണിന്റെ അടിയത്തെ ഈ ഒരു ഡാർക്ക് സർക്കിളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ലിപ്സിന്റെ സറൗണ്ടിങ്സിലൊക്കെ കറുത്ത ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ചിലർക്ക്, അതായത് പിഗ്മെന്റേഷൻ, അപ്പോൾ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് തൈരാണ് കേട്ടോ, അതായത് നമ്മുടെ കേർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തൈരിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ഫേസ് മാസ്ക് ആയിക്കോട്ടെ ഫേഷ്യൽ ആയിക്കോട്ടെ എന്തൊക്കെ പാക്ക് നമ്മൾ ഇടുന്നതിന് തൊട്ട് മുന്നേ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ഫേസ് നല്ലോണം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വാഷ് ഓഫ് ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം പാട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് മുഖം ഒന്ന് കഴുകി ഒന്ന് പാട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോൻ്റെ ജ്യൂസാണ് കേട്ടോ. സ്ക്യൂസ് ഔട്ട് ചെയ്ത ടൊമാറ്റോ ജ്യൂസാണ്. അപ്പോൾ എടുത്ത അത്രയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, നീഡഡ് ക്വാണ്ടിറ്റി. അത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുമാത്രം ക്വാണ്ടിറ്റി എടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, അതായത് മിക്സിറ്റ് ചെയ്യാണ്. നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശരിക്കും നമുക്ക് ഈ ഒരു പാക്കിന് ബെസ്റ്റ് ആയിട്ടുള്ള ഏത് ടൈപ്പ് തൈരാണെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള തൈരാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ എനിക്കിവിടെ കട്ടിയുള്ള തൈര് കിട്ടിയില്ല, അതുകൊണ്ട് കിട്ടിയ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺഫ്ലോറോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. എങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. സാധാരണഗതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഏജിങ്ങും കാര്യങ്ങൾ, അതായത് നമ്മുടെ ഏജ് പ്രോസസ്സൊക്കെ മുന്നോട്ട് പോകും തോറും ചിലരുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരും. അല്ലാതെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. അതിന് നമ്മൾ പ്രിക്വേഷൻ എന്ന രീതിക്ക് നമ്മുടെ സൺസ്ക്രീനോ അല്ലെങ്കിൽ SPF ഒക്കെ ഉള്ള BB ക്രീമോ അങ്ങനത്തെ ക്രീംസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വെയർ ചെയ്തിരിക്കണം. മാക്സിമം നിങ്ങൾ ഒരു 10 to 2 PM വരെയുള്ള ആ ഒരു വെയിൽ ഒരു കാരണവശാലും കൊള്ളരുതെന്നാണ് പറയുന്നത്. ആ ഒരു സൺലൈറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് എമിറ്റ് ചെയ്യുമ്പോഴാണ് നോർമലി പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കെയറും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളും നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, നമ്മൾ കൂടെ ആ ഒരു പിഗ്മെൻറ്റേഷനുള്ള ആ ഒരു സ്പോട്ടിലൊന്നും കൈവച്ചിട്ടൊന്നും തൊടരുത്. അപ്പോൾ നമ്മളങ്ങനെ ടച്ച് ചെയ്യും തോറും ആ ഒരു കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടാനുള്ള കാര്യം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ എടുത്തിട്ടുള്ളത് തൈരും അതിൻ്റെ കൂടെ ടൊമാറ്റോയാണ്. നോർമലി ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷനും, അതായത് ചുണ്ടിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പും പിന്നെ ഡാർക്ക് സർക്കിളും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും. തൈരെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നോർമലി തൈര് മാത്രം അപ്ലൈ ചെയ്താൽ പോലും നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ തങ്ങിക്കിടക്കുന്ന എണ്ണമയും അഴുക്കും ഡേർട്ടും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഗ്ലോയിങ് നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മളിത് നമ്മുടെ ഫേസിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഡ്രൈ ആവും ഈ ഒരു പാക്ക്. അതിനുശേഷം നമ്മൾ മെല്ലെ ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജെൻ്റലി ചെറുതായിട്ടൊന്ന് മസാജ് ഓവർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ കളയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യുക. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ആ ഒരു തൈരിൻ്റെയും തക്കാളിൻ്റെയും സ്മെല്ല് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക്
മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.